കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നോട്ട് നമുക്ക് ലേഖനങ്ങൾ പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കറിയാം, പുതിയ നിയമമാണ് നമ്മുടെ പ്രമാണം. പഴയ നിയമത്തിൽ കൂടി നമ്മൾ യഹോവയെ, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ കാണുന്നു. താൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടെ നമ്മളൊരു കൃപയെപ്പറ്റി കാണുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് യേശു കർത്താവിൽ കൂടി ഒരു കൃപയെപ്പറ്റി നമ്മൾ കാണുന്നത്. അപ്പം യേശുവിൻ്റെ മക്കളായ, അല്ലെ വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും ജനിക്കപ്പെടുകയും സ്നാനപ്പെടുകയും കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നമുക്ക്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രമാണം പുതിയ നിയമമാണല്ലോ. ആദ്യത്തെ 4 സുവിശേഷങ്ങൾ യേശു കർത്താവ് ലോകത്തിൽ വന്ന് നമ്മളെ പഠിപ്പിച്ച ഉപദേശങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി, നമ്മുടെ ചരിത്രം കാണുന്നു. റോമാലേഖനം തൊട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ആ ഓരോ ലേഖനം ഓരോ സഭയ്ക്ക് എഴുതുമ്പോൾ പലപ്പോഴും അതനുസരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ സമയത്തിന് വേണ്ടി എഴുതിയതാണോ, ആ ദേശത്തിന് വേണ്ടി എഴുതിയതാണോ, ആ സഭയ്ക്ക് മാത്രം എഴുതിയതാണോ? അങ്ങനെ ആണെങ്കിൽ അതൊരിക്കലും തിരുവചനത്തിനകത്ത് ചേർക്കപ്പെടത്തില്ലായിരുന്നല്ലോ. കാര്യം ഇത്രയും ലേഖനമല്ലാതെ ഇത് ഏകദേശം 13-14 ലേഖനം പൗലോസിൽ കൂടി തന്നെ പുതിയ നിയമത്തിൽ നമ്മൾ പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ എഴുതിയ, യൂദയൊക്കെ എഴുതിയ 21 ലേഖനം നമ്മൾ കാണുന്നു ടോട്ടൽ. അപ്പം ഈ ലേഖനങ്ങൾ ഇത് സഭയ്ക്കുള്ള പ്രമാണം മാന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ആ ഒരു സഭയ്ക്ക് മാത്രമല്ല, അനേക ലേഖനങ്ങൾ, ഇത്രയും 21 ലേഖനമല്ലാതെ അനേക ലേഖനങ്ങൾ പൗലോസും മറ്റുള്ള അപ്പോസ്തലന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റിയും നമ്മൾ വചനത്തിൽ കാണുന്നു. ഇന്ന സഭയ്ക്ക് എഴുതിയ ലേഖനം അത് മക്കദോനിയ സഭകൾക്ക്, അക്കായിലുള്ള സഭകൾ അവിടെയൊക്കെ വായിക്കുവീൻ എന്നൊക്കെ കാണും. അപ്പം അനേക ലേഖനങ്ങൾ എഴുതിയിരിക്കുമ്പോൾ, പേഴ്സണൽ കാര്യങ്ങൾ എഴുതിയിരിക്കുമ്പോൾ സഭയ്ക്ക് അറിയേണ്ടതല്ലേ, തിരുസഭയ്ക്ക്, കർത്താവിനെ മണവാട്ടിയാകുന്ന സഭയ്ക്ക് അറിയേണ്ടതും ഈ പ്രമാണപ്രകാരം നമ്മളെ ആ ദിവസം ന്യായം വിധിക്കുന്ന കർത്താവാകിയാൽ ഇത് നമ്മുടെ പ്രമാണമാണ്. ഇതെല്ലാ സഭയ്ക്കും, അത് ഇന്ന സഭയ്ക്കുന്നോ ആ സഭയ്ക്കുന്നോ ഒന്നുമില്ല. എല്ലാ സഭയ്ക്കും ഒരുവൻ ക്രിസ്തുവിനെ വിശ്വസിച്ച് അംഗീകരിക്കുമ്പോഴാണല്ലോ ക്രിസ്ത്യാനിയാകുന്നത്. അപ്പോൾ എല്ലാ ക്രിസ്തീയ സഭയ്ക്ക്, അല്ലെ ക്രിസ്തുവിനെ പിൻപറ്റുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും നമ്മുടെ പ്രമാണമാണ് തിരുവചനം. അതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുന്നു. പഴയ നിയമം ഒരു നേരിലായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പൊരുൾ, അല്ലെങ്കിൽ യഥാർത്ഥ പ്രമാണം, പഴയ നിയമത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത പല പ്രമാണങ്ങളും, അത് യഹൂദന്മാർക്ക് മാത്രമുള്ള പ്രമാണം ഉള്ളപ്പോൾ പുതിയ നിയമത്തിൽ അതിലും ആഴമായ ഒരു ബന്ധം, കർത്താവുമായിട്ടൊരു അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന നല്ലൊരു പ്രമാണം നമുക്ക് കാണുന്നു. ഇവിടെ കർത്താവിൽ കൂടി ഒരു കൃപയുണ്ട്. അതുകൊണ്ടാണ് ഉടനെ ശിക്ഷാവിധി അല്ലെങ്കിൽ ഉടനെ നാശമില്ലാത്തത്. വീണ്ടും കൃപയും കരുണയും കർത്താവ് തന്ന് നമ്മളെ നടത്തുന്നതിനായി കർത്താവിനെ സ്തുതിക്കാം. അപ്പം നമുക്ക് റോമാലേഖനം തൊട്ട് നമ്മൾ ലേഖനങ്ങൾ കാണുന്നു. കൊരിന്ത്യ ലേഖനം തൊട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് നമുക്കൊന്ന് പഠിക്കാം. കാര്യം എൻ്റെ ജനം വചനം അറിയാത്തത് കൊണ്ട് അവർ തെറ്റിപ്പോകുന്നു എന്ന് യഹോവയായ ദൈവം, പിതാവായ ദൈവം പറയുന്നത്. അനേക ക്രിസ്ത്യാനികളോടും ദൈവമക്കൾ എന്ന് പറയുന്നവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെ ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പല വചനഭാഗവും അവരിതുവരെയും കേട്ടിട്ടില്ല. നമ്മൾ കൂടുതലും കൺവെൻഷൻ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ വാക്യപ്രതിവാക്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് അവിടെ നമുക്ക് ഒരു വാക്യം പോലും വിട്ടുപോകാത്ത കാര്യം. വെറുതെ ഒരു വാക്യം പോലും തിരുവചനത്തിൽ എഴുതിയിട്ടില്ല. എല്ലാ വാക്യവും നമുക്കത് പ്രമാണമാണ്, അത് നമുക്കുള്ളതാകിയാൽ അപ്പോൾ ഒരു വാക്യം പോലും വിട്ടുപോകാതെ വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് പഠിക്കുവാൻ, അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റഡി ആയിട്ട് പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കൊരിന്ത്യ ലേഖനം നമ്മളത് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. പൗലോസ് എഴുതിയ ലേഖനമാണ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ, അതിലെഴുതിയിട്ടുമുണ്ട്. അപ്പം പൗലോസ് എഴുതിയ ലേഖനം അത് പൗലോസിൻ്റെ യാത്രയിൽ താൻ സ്ഥാപിച്ച സഭകൾ, അല്ലെ തന്നിൽ കൂടെ കർത്താവ് സ്ഥാപിച്ച സഭകൾ, ഓരോ ദേശത്തുണ്ടായ പുതിയ കൂട്ടങ്ങൾ, അങ്ങനെയാണ് ഓരോ ദേശത്തെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പം അതിൻ്റെ അകത്ത് പൗലോസ് തന്നെ ഏകദേശം 13-14 ലേഖനം എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ കൊരിന്തിലെ സഭ എങ്ങനെ ഉണ്ടായി, അത് എപ്പോഴുണ്ടായി എന്നൊക്കെയാണ് നമുക്കിന്ന് വചനത്തിൽ കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കാണുന്നു പൗലോസിൻ്റെ പല മിഷണറി യാത്രകൾ നമ്മൾ കാണുന്നു. ഒന്നാമത്തെ മിഷണറി യാത്ര അത് അപ്പോസ്തല പ്രവൃത്തിയിലല്ല എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അതൊക്കെ ഡീപ്പായിട്ട് ചിന്തിക്കാവുന്ന ഭാഗങ്ങളാണ്. എന്നാലും കൊരിന്ത്യ ലേഖനം അറിഞ്ഞിരിക്കുവാൻ വേണ്ടി നമ്മളത് ചിന്തിച്ചാലേ പറ്റും. അപ്പം ഒന്നാമത്തെ മിഷണറി യാത്ര അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങി തിരിച്ച് അന്ത്യോക്യയിലേക്ക് വരുന്ന പൗലോസും ബർണബാസോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ഒന്നാമത്തെ മിഷണറി യാത്ര.
അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നു തിരിച്ച് അന്ത്യോക്യയിലേക്ക് വന്നിട്ട് വീണ്ടും അന്ത്യോക്യയിൽ നിന്ന് തന്നെ തുടങ്ങുന്ന രണ്ടാമത്തെ മിഷണറി യാത്ര നമ്മൾ കാണുന്നു. പക്ഷേ ഈ പ്രാവശ്യം ബർണബാസിനെയും കൂടെ കൊണ്ടുപോകുന്നില്ല. നേരത്തെ അല്പം യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന മർക്കോസിനെയും കൂടെ കൊണ്ടുപോകുന്നില്ല. പകരം ഷീലാസിനെയാണ് കൂടെ കൊണ്ടുപോകുന്നത്. അപ്പം പൗലോസും ഷീലാസോട് ചേർന്ന് തുടങ്ങുന്ന രണ്ടാമത്തെ മിഷണറി യാത്ര, അല്ലെങ്കിൽ നേരത്തെ ഉറപ്പിച്ച പോലെ ഒന്നാമത്തെ മിഷണറി യാത്ര പൗലോസും ബർണബാസോട് ചേർന്ന് അന്ത്യോക്യയിൽ നിന്ന് തിരിച്ച് അന്ത്യോക്യയിലേക്ക് വന്ന് ആ യാത്ര അവസാനിക്കുമ്പോൾ, രണ്ടാമത്തെ മിഷണറി യാത്ര അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങി അതിനകത്ത് ബർണബാസിനെയും മർക്കോസിനെയും കൊണ്ടുപോകാതെ ഷീലാസിനെ കൂടെ കൊണ്ടുപോയിക്കൊണ്ട് അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം കൊരിന്തിലെ പ്രവർത്തനം. അങ്ങനെയാണ് കൊരിന്തിലെ സഭ ഉണ്ടായത്. അത് കഴിഞ്ഞ് എഫെസോസിലേക്ക് പോകുന്നു, പിന്നെ മക്കദോനിയൻ സഭകളിലേക്ക് പോകുന്നു. ആ യാത്ര എങ്ങനെ മുന്നോട്ട് തുടങ്ങുന്നത് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാം. അപ്പം ഈ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ എന്തുകൊണ്ട് ബർണബാസിനെയും അല്ലെങ്കിൽ മർക്കോസിനെ പ്രത്യേകിച്ച് കൂടെ കൊണ്ടുപോകാഞ്ഞെന്ന് നമ്മളത് വചനത്തിൽ നമ്മൾ കാണുന്നു, അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ കാണുന്നു. കാര്യം മർക്കോസ് പംഫില്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വളരെ കഷ്ടപ്പാടാണ്. ഈ മിഷണറി യാത്ര വളരെ കഷ്ടപ്പാടാണ്. കാര്യം ഇതുവരെയും ക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത, സുവിശേഷം കേട്ടിട്ടില്ലാത്ത പുതിയ സ്ഥലങ്ങളിലാണ് ഇവർ ചെന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പുതിയ സ്ഥലങ്ങളിൽ വളരെ ശക്തമായ പോരാട്ടം, ഒരു ക്രിസ്ത്യാനി പോലും അവിടെ ഇല്ല ഇവർക്ക് വേണ്ടി. ഇപ്പോൾ ഇന്നൊക്കെ ദൈവദാസന്മാർ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് താമസിക്കുവാൻ, ആഹാരത്തിനുള്ള ക്രമീകരണമൊക്കെ അവിടുത്തെ ദൈവദാസന്മാരല്ല, ചെറിയ കൂട്ടങ്ങളാണെങ്കിൽ പോലും അവിടുത്തെ ചെറിയ സഭ. ഇനി ഒരു കുടുംബമേ ഒരു ദേശത്തുള്ളെങ്കിൽ പോലും ആ കുടുംബം അതിനുവേണ്ടി ഒരുക്കുന്നത് നമുക്കറിയാം. എന്തൊരു ആശ്വാസം അത്. പക്ഷെ ഞങ്ങളും ഇതുപോലെ പുതിയ സ്ഥലങ്ങൾ അനേക വർഷം 94 തൊട്ട് നാട്ടിലും അതിനു മുമ്പൊക്കെ സുവിശേഷ ടീമായിട്ട് ഞങ്ങൾക്കൊരു ഓൾ ഇന്ത്യ യാത്ര എന്ന സുവിശേഷ ടീമൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്കറിയാം ജമ്മു കാശ്മീർ, ജമ്മുവിൽ തൊട്ട് പല സംസ്ഥാനങ്ങളിൽ ഇതുവരെയും പ്രവർത്തനമില്ലാത്ത പുതിയ സംസ്ഥാനങ്ങൾ, ഉൾഗ്രാമങ്ങളിൽ, കൂടുതലും അവരുടെ ട്രൈബ്സ്, അവരുടെ ട്രൈബൽ വില്ലേജസിൽ, ബോർഡറുകൾ, പലപ്പോഴും ആ ദേശത്തെ സർപ്പഞ്ചും ഗ്രാമത്തലവനും ഒക്കെ ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ആ ഹിന്ദുക്കളുമൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും ആഹാരം തരുകയും അവരുടെ വീട്ടിലെ ബാത്റൂം ഉപയോഗിക്കാൻ അനുവദിക്കുകയും അവരുടെ ഗ്രാമ ഹാളിൽ താമസം ക്രമീകരിക്കുകയൊക്കെ ചെയ്ത നല്ല അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. എങ്ങും ഒന്നും ഒരു സൗകര്യവും ഇല്ലെങ്കിൽ, ഒരു ദൈവമക്കൾ പോലും ഇല്ലാത്ത ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ദൈവമല്ലേ നമുക്ക് മുന്നമേ പോകുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അവിടെയൊക്കെ ശക്തമായ പോരാട്ടം, ശാരീരികമായിട്ട് നമ്മളെ ക്ഷീണിപ്പിക്കുവാൻ നേരിട്ട് എഫെസോസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആ ദേശത്തെ ശക്തിയല്ല, അർത്തമീസ് ദേവിയുടെ ആ ശക്തിയുമായിട്ട്, ആ ദുഷ്ട ആത്മ ദേശശക്തിയുമായിട്ട് താൻ മൃഗയുദ്ധം ചെയ്തതായിട്ടൊക്കെ നമ്മൾ കാണും. അപ്പം അതുപോലെ ഉള്ള ആ പ്രവർത്തനത്തിൽ കഷ്ടപ്പാട് വന്നപ്പോൾ പംഫില്യയിലെത്തിയപ്പോൾ മർക്കോസ് പറഞ്ഞു, ഇനി ഞാൻ വരുന്നില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അടുത്ത മിഷണറി യാത്ര, രണ്ടാമത്തെ മിഷണറി യാത്രയിൽ മർക്കോസിന് വരുവാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പൗലോസ് പറഞ്ഞു, പറ്റത്തില്ല, എൻ്റെ കൂടെ വരണ്ട. ബർണബാസ് അതിനുവേണ്ടി ഒത്തിരി സംസാരിച്ചു. മർക്കോസിനെ കൂടെ കൊണ്ടു ശക്തമായിട്ട് പൗലോസ് ബർണബാസിനോട് പറഞ്ഞു. കാര്യം ബർണബാസും പൗലോസുമായിട്ടുള്ള അടുപ്പം അറിയാമല്ലോ. ബർണബാസ് ആ പൗലോസിനെ യെരുശലേമിലെ അപ്പോസ്തലന്മാർ പൗലോസിനെ അംഗീകരിക്കാതിരുന്നപ്പോൾ, കാര്യം അതുവരെയും ക്രിസ്തീയ സഭയ്ക്ക് എതിരായിട്ട് നിന്ന് ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരുന്ന പൗലോസ് ആയതുകൊണ്ട് അംഗീകരിക്കാതിരുന്നപ്പോൾ, അല്ല ഒരു ശുശ്രൂഷയ്ക്കാക്കാതിരുന്നപ്പോൾ ബർണബാസ് ആ യെരുശലേമിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും തനിക്ക് ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് ചേർന്ന് ശുശ്രൂഷിക്കുവാൻ പൗലോസിനെ പരിചയപ്പെടുത്തി തൻ്റെ ആ ശുശ്രൂഷയുടെ ആ ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനവും ശുശ്രൂഷയുടെയും ശ്രേഷ്ഠതയൊക്കെ യെരുശലേമിൽ പൗലോസ് പറഞ്ഞ ബർണബാസ്, അങ്ങനെ കടപ്പാട് ബർണബാസിനോട് ഉണ്ടെങ്കിൽ പോലും ബർണബാസ് പറഞ്ഞിട്ടും പൗലോസ് പറഞ്ഞു, ശുശ്രൂഷയുടെ പകുതി വഴിയിൽ കഷ്ടപ്പാട് വന്നപ്പോൾ ഇട്ടിട്ട് പോയവനെ എനിക്ക് വേണ്ട. അവിടെ ഒരു വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി ശുശ്രൂഷകരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എത്ര പേർക്ക് പൗലോസ് അപ്പോസ്തലനെ പോലെ, അല്ലെങ്കിൽ ഒരു മോഡലേ ഉള്ളൂ, അത് ക്രിസ്തുവിനെ പോലെ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. കാര്യം പൗലോസിലും കുറവുകൾ കാണുമല്ലോ. അപ്പോൾ ക്രിസ്തുവിനെ പോലെ, അതുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ അതേ ഭാവം നിങ്ങൾ ധരിപ്പീൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഒരു സമർപ്പണവും താൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവന്, ആ ഒരു അനുസരണം, പിതാവിൻ്റെ ആലോചനയോട് അനുസരണമുള്ളവരായി എത്ര ശുശ്രൂഷകരുണ്ട്. ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ അംബാസഡേഴ്സ് ആണെന്നും രാജാക്കന്മാരാണെന്നും, ഇപ്പം വണ്ടികളുടെയൊക്കെ ഫ്രണ്ടിൽ കൊടി ആദ്യം ഒരു സഭയെ വെച്ചുകൊണ്ടിരുന്നത്, കഴിഞ്ഞ ഉടനെ നോക്കിയപ്പം വേറൊരു കൂട്ടവും, അവരുടെയൊക്കെ ദേവദാസന്മാരുടെ വണ്ടികളുടെ ഫ്രണ്ടിൽ മന്ത്രിമാർ വെക്കുന്ന പോലെ കൊടി വെക്കുന്നു. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു ടീമായിട്ട് നിൽക്കുന്നു, ഞങ്ങളെല്ലാം ഇങ്ങനെ കൊടി വെക്കുന്നു. എൻ്റെ മുൻപിൽ വെച്ച് എന്നെ പോലീസ് ആ വ്യക്തിയെ പിടിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു, ഏത് കൊടിയാണ്, ആരുടെ കൊടിയാണ്, വെക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു.
ഞാൻ പറഞ്ഞത്, അപ്പം രാജാക്കന്മാരായിട്ടൊക്കെ ഇന്നത്തെ ദേവദാസന്മാർ നടക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവർ ജനത്തെ ഭരിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവരൊരു പ്രസ്ഥാനം, ഒരു ഓർഗനൈസേഷൻ നടത്തുന്നതിൽ മാത്രം അവർ സമയം കണ്ടെത്തുമ്പോൾ, അതിലവരുടെ മനസ്സ് മുഴുവനും ആയിരിക്കുമ്പോൾ ശുശ്രൂഷ എന്തുവാന്ന് ആദ്യം മനസ്സിലാക്കണം. കഷ്ടപ്പാട് വന്നാലും പട്ടിണി വന്നാലും, പൗലോസ് അതൊക്കെ ഓർഡറായിട്ട് പറയുന്നില്ലേ? കള്ളന്മാർ, ഞെരുക്കം, പലവട്ടം പട്ടിണി, ഇതാഹം, ഇതുപോലുള്ള നിന്ന, കഷ്ടത, സ്വന്തം സഹോദരന്മാർ, യെരുശലേമിലെ അപ്പോസ്തലന്മാർ പോലും തനിക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ താൻ ശുശ്രൂഷ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന മാത്രം കേട്ടുകൊണ്ട്, അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു ഭാഗം നമുക്കറിയാം, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചായിരുന്നെങ്കിൽ എനിക്കിന്ന് ദൈവത്തിൻ്റെ ദാസനായിരിക്കുവാൻ കഴിയുമായിരുന്നു. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത ഒരു നല്ല മാതൃക നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പകുതിക്ക് വഴി ഇട്ടിട്ട് പോയ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാതെ, പംഫില്ലിയെ വെച്ച് ഇട്ടിട്ട് പോയ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാതെ വേറൊരു ദേവദാസ, സമർപ്പണമുള്ള ഒരു ദേവദാസനെ, ഷീലാസിനെ കൂടെ കൊണ്ടുവന്ന് നമ്മൾ പൗലോസും ഷീലാസോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ആ ഒരു രണ്ടാമത്തെ മിഷണറി യാത്ര. ഇവിടെയൊക്കെ ആ പൗലോസിന് ഓരോ സ്ഥലത്തും കഷ്ടപ്പാട് വന്നപ്പോൾ അവിടെ ദൈവം കൊടുത്ത ആ ജ്ഞാനം, അവിടെ ദൈവം കൊടുത്ത ആ അധികാരം, ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വായിക്കാൻ പോവുക, കൊരിന്തിലെ സഭ എങ്ങനെ ഉണ്ടായത്. ആ ഒരു കാര്യം, ശുശ്രൂഷയ്ക്ക് പണമല്ല ആവശ്യം. ഇന്ന് പല ദേവദാസന്മാരും സഭകളും ചിന്തിക്കുന്നപ്പോൾ ശുശ്രൂഷയ്ക്ക് പണമല്ല ആവശ്യം, ശുശ്രൂഷയ്ക്ക് കുറേ ആൾക്കാർ കൂടി നിൽക്കുമല്ല ആവശ്യം, അങ്ങനെ മാൻ പവർ അല്ല ശുശ്രൂഷയ്ക്ക് ആവശ്യം, ശുശ്രൂഷയ്ക്ക് ലൗകിക ജ്ഞാനമല്ല ആവശ്യം, ശുശ്രൂഷയ്ക്ക് ആവശ്യം കർത്താവ് കൂടെ ഉണ്ടാകണം. കർത്താവ് കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആലോചന പൂർണ്ണമായിട്ട് അനുസരിക്കണം, പൂർണ്ണ വിശ്വസ്തയോടുകൂടി. അങ്ങനെ ഒരു നല്ല മാതൃകയാണ് നമ്മളിവിടെ കാണുന്നത്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ആക്ട്സ് ചാപ്റ്റർ 18, അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് നിർത്തി ഒന്ന് വായിക്കാം. എങ്ങനെ കൊരിന്തിൽ സഭയുണ്ടായി? വായിച്ചാട്ടെ. യെസ്, ഏഥൻസ് അല്ലെങ്കിൽ അഥേനിയ വിട്ട് താൻ കൊരിന്തിൽ ചെന്നു. ഓരോ സ്ഥലങ്ങളാണ്. യെസ്, ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. യെസ്, സ്തോത്രം. അപ്പോൾ ഇവിടെ ഒക്കെ നമ്മളൊരു കാര്യം കാണുന്നു. ഇവരൊക്കെ ആദ്യം ഈ അക്വിലാസും പ്രിസ്കില്ലയും അവർ വിശ്വാസികളാണ്. അവർ യെരുശലേമിലെ സഭയിൽ നിന്ന് പിന്നെ വിശ്വാസത്തിൽ വന്നവരായിരിക്കും അവർ, അല്ലെങ്കിൽ യെരുശലേമിലെ സഭയിലെ ആൾക്കാർ റോമിൽ ചെന്ന് പ്രവർത്തിക്കുകയും റോമിൽ ഉണ്ടായ സഭയിൽ വിശ്വാസത്തിൽ വന്ന ആൾക്കാരായിരിക്കും. ഇവർ യഹൂദന്മാരാ. ഇവർ പക്ഷേ ഇറ്റലിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഇവരെ നമ്മളിവിടെ കാണുന്നു. ഇവർ വന്ന് ഇറ്റലിയിൽ നിന്ന് എല്ലാവരും വിട്ടുപോകുവാൻ പറഞ്ഞപ്പോൾ, യഹൂദന്മാരെല്ലാം വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ ഇവർ വന്ന് കൊരിന്തിൽ താമസിക്കുകയും അവിടെ ജോലി ചെയ്തു പോകുന്ന ഈ കുടുംബത്തെ, 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യെസ്, എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് പൗലോസിന്റെ തൊഴിൽ ശരിക്കും കൂടാരപ്പണിയാണോ? അല്ലല്ലോ. പൗലോസിന്റെ തൊഴിൽ എന്തുവാ? പൗലോസ് വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് വന്നു എന്ന് രാജാവ് പറയുമാറ് ഒരു വിദ്യാസമ്പന്നൻ, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് തനിക്കുണ്ട്, നമുക്കറിയാം. റോമനും യഹൂദ സിറ്റിസൺഷിപ്പ്. അന്നത്തെ വലിയൊരു VIP ആയ വലിയൊരു ധനികൻ്റെ മകനായ, ജീവിച്ച് സന്നദ്രിൻ സംഘത്തിൻ്റെ അംഗമാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ അതിന് യോഗ്യനായവൻ, ഒരു കൗൺസിൽ, യഹൂദന്മാരുടെ മുഴുവനും കൗൺസിൽ മെമ്പർ ആകുവാൻ യോഗ്യനായവൻ, മഹാപുരോഹിതനിൽ നിന്ന് നേരിട്ട് അധികാരപത്രം വാങ്ങിച്ച് ക്രിസ്ത്യാനികളെ കൊന്നവൻ, അപ്പം ഭയങ്കര അധികാരമുള്ളവൻ. താൻ ഇപ്പം എന്തോ ചെയ്യുന്നത്? കൂടാരപ്പണിയാണ്. അതിന് കാരണം എന്നാ? ശുശ്രൂഷ നിമിത്തം ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടെ ആൾക്കാർ ചെയ്യുന്ന സാധാരണ ജോലി, ഓരോ ദേശത്ത് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, അന്നൊക്കെ ഓരോ ദേശത്ത് ഓരോ കൃഷി, അല്ലെങ്കിൽ ഓരോ ദേശത്ത് ഓരോ ട്രേഡാണ്. അപ്പോൾ ഇവിടെ കൂടാരപ്പണി ഉണ്ടാക്കുന്ന ഈ ടീമിൻ്റെ കൂടി ആ പണിയൊക്കെ പഠിച്ച് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ എന്ത് ജോലിയും ചെയ്ത് ആ ദേശത്ത് വേറെ ഭാഗത്ത് പറയുന്നത് നമുക്കറിയാം. അവരെ ആരെയും ആശ്രയിക്കാതെ, അല്ലെങ്കിൽ താൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് തൻ്റെ ചെലവ് കഴിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു നല്ല അഭിമാനം, അതുകൊണ്ടാണ് ധൈര്യത്തോടെ അഭിമാനത്തോടെ തനിക്ക് ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞത്. ഇവിടെ നമ്മൾ കാണുന്നു, ആ കൂടാരപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ആരെ പരിചയപ്പെട്ട? അക്വിലാസിനെ പ്രിസ്കില്ലയും. 4-ാമത്തെ വാക്യത്തിൽ ഓരോ ശബത്തിലാണല്ലോ ഇന്നത്തെ സഭായോഗം പോലെ അന്നത്തെ അവരുടെ പ്രധാന ആരാധനകൾ. ഓരോ ശബത്തിലും സിനഗോഗിൽ ചെന്നിട്ട് യഹൂദന്മാരോടും യവനന്മാരോടും എന്ത് ചെയ്തു? സമ്പാദിച്ചുകൊണ്ട് പോകുന്നു. എന്തുവാ സമ്പാദിച്ചത്? യെസ്, യെസ്,
സിനഗോഗിൽ താൻ വെളിയിൽ ജാതികളോട് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുകയും സിനഗോഗിൽ താൻ പ്രസംഗിക്കുന്നത് ഓരോ ശബ്ദത്തിനും പ്രസംഗിക്കുന്നത് ആത്മാവിൽ. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ശീലാസും തിമോത്തിയോസും ഒക്കെ വന്നപ്പോൾ മക്കതോനിയയിൽ നിന്ന് വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ പൗലോസ് എരിവിലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞ് വളരെ ശുഷ്കാന്തിയോടുകൂടി he was compelled by the spirit നേടിയേക്കുന്ന വലിയ ആത്മശക്തിയോടുകൂടി he testified to the Jews that Jesus is Christ, അല്ലെങ്കിൽ യേശുവാണ് ക്രിസ്തു, ക്രിസ്തു ദി അനോയിന്റഡ് അല്ലെങ്കിൽ ദി സേവിയർ. അപ്പം യേശുവ അവിടെ ഒരു യോശുവ അല്ലെങ്കിൽ യേശുവ എന്ന് പറയുന്ന സാധാരണ ഒരു പേരാണ്. അപ്പം ആ നസ്രയനായ യേശു തന്നെയാണ് വരാനിരിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഈ മശിഹ, നിങ്ങൾ ക്രൂശിച്ച അല്ലെങ്കിൽ ഈ മശിഹ എന്ന് അവരെന്ത് ചെയ്തു? അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്ന ഹി റീസൺഡ് ഇൻ ദ സിനഗോഗ്, അല്ലെങ്കിൽ സംവാദിച്ചുകൊണ്ടിരുന്നു. അവർക്കത് മനസ്സിലാകുന്നവരെ, യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിക്കുന്നത് വരെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. യെസ്, 6-ാമത്തെ വാക്യം. യെസ്, അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. കാര്യം വേറൊന്നുമല്ല, കൊരിന്തിൽ രണ്ടുമുണ്ട്. കൊരിന്തിൽ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ വന്ന് ചിതറിപ്പോയപ്പോൾ യഹൂദന്മാർക്ക് കഷ്ടപ്പാട് വന്നപ്പോൾ ചിതറിപ്പോയപ്പോൾ വന്ന് താമസിക്കുന്ന യഹൂദന്മാരും നല്ലൊരു ശതമാനമുണ്ട്, ജാതികളുമുണ്ട്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത്രയും ആദ്യം തൻ്റെ സ്വന്തം ജനം, നമ്മളെപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മൾ ഒരു വടക്കിന്ത്യൻ സംസ്ഥാനത്തിലോ വേറൊരു രാജ്യത്തിൽ ചെന്നാൽ മലയാളികളുണ്ടോ എന്ന് നോക്കും. ദൈവദാസന്മാർ ചിന്തിക്കുന്ന മലയാളികളുടെ ഇടയ്ക്ക് ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ. കർത്താവ് അതാണ് ഓരോരുത്തരെ പറ്റി ആഗ്രഹിക്കുന്നത്. ഇവിടെ പൗലോസിനെ പറ്റി എന്തോലും അതല്ല ആഗ്രഹിച്ചത്. താൻ എപ്പോഴും തൻ്റെ കമ്മ്യൂണിറ്റിയിൽ, കാര്യം തനിക്കൊന്നൊരു ഫ്രീ ആണ്, താൻ വിചാരിച്ചു അവർ തന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. യഹൂദനും സന്നദ്ധൻ സംഘത്തിൻ്റെ അംഗമായിട്ട് വളരെ ഫേമസ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു അധികാരമൊക്കെ വെച്ച് അങ്ങ് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അങ്ങ് സ്വീകരിക്കും. അങ്ങനെയാണോ? എവിടാ നമ്മുടെ അധികാരമോ പേഴ്സണാലിറ്റി വല്ലതും ആണോ? പിതാവ് ആകർഷിച്ചല്ലാതെ ഒരു വ്യക്തി പോലും ദൈവസന്നിധിയിൽ വരുന്നില്ല എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. അപ്പോൾ ഇവിടെ താൻ വളരെ തീഷ്ണതയോടുകൂടിയും ആത്മാവിൻ്റെ ശക്തിയോടുകൂടിയും സമ്പാദിച്ചിട്ടും അവർ സ്വീകരിക്കാഞ്ഞപ്പോൾ താൻ പൊടിയൊക്കെ തട്ടി എന്ന് വെച്ചാൽ ഇനി ന്യായവിധി നിങ്ങൾ നേരിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഡീൽ വിത്ത് ഇറ്റ്, ദൈവവുമായിട്ട് ഇനി നിങ്ങൾ ഇടപെടും, ഞാൻ ഇനി എങ്ങോട്ട് പോവാ? ജാതികളിലേക്ക് പോവാം. അങ്ങനെയാണ് പിന്നീട് താൻ ജാതികളുടെ അപ്പോസ്തലനായി തീരുകയും അല്ലെങ്കിൽ കൂടുതലും ജാതി ദേശത്ത് മുന്നോട്ട് താൻ പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടും ആദ്യം യഹൂദന്മാരെ ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു, പിന്നെ ജാതികളിലേക്ക്. അങ്ങനെ യെസ്, താൻ അവിടെ ഇരിക്കുമ്പോൾ 7-ാമത്തെ വാക്യം, അവിടെ പ്രവർത്തിക്കുമ്പോൾ യുസ്തോസ് അല്ലെങ്കിൽ ജസ്റ്റസ് എന്നൊരു ഭക്തന്റെ വീട്ടിൽ ചെന്നു. ആ സിനഗോഗിനോട് അല്ലെങ്കിൽ യഹൂദ പള്ളിയോട് ചേർന്നിരുന്ന ഭവനത്തിൽ ഒരു കൂട്ടായ്മ അങ്ങ് തുടങ്ങി. യെസ്, സ്തോത്രം. അപ്പൊ കൂട്ടായ്മ തുടങ്ങി കൊരിന്തിൽ. എങ്ങനാ? പള്ളിയുടെ തൊട്ടടുത്ത ഭവനത്തിൽ. നമ്മൾ പലപ്പോഴും ഒരു സ്ഥലത്ത് കൂട്ടായ്മ തുടങ്ങണമെങ്കിൽ ചെന്ന് പ്രവർത്തിക്കുന്ന ദേവദാസന്മാരൊക്കെ പറയും എനിക്ക് ഹോളില്ലാതെ തുടങ്ങത്തില്ല, ഹോള് മാത്രമായിട്ട് വേണം. പക്ഷെ ഇവിടെ അങ്ങനെയാണോ നമ്മൾ വചനത്തിൽ കാണുന്നത്? ഓരോരുത്തരുടെ ഭവനത്തിലാണ്. അക്കുല്ലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും ഭവനത്തിൽ കൂട്ടായ്മ നടന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ യൂസ്തോസിൻ്റെ ഭവനത്തിൽ കൂട്ടായ്മ നടന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം ഓരോരുത്തരുടെ ഭവനത്തിൽ നമ്മുടെ ഭവനങ്ങൾ കർത്താവിന് വേണ്ടി തുറക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വേറൊരാൾ ആ ഭവനം തുറന്നെങ്കിൽ ഇവിടെ യുസ്തോസ് അവിടുത്തെ തന്നെ ഒരു മനുഷ്യനായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? യെസ്, ആ ഭവനം തുറന്നപ്പോൾ യുസ്തോസിൻ്റെ ഭവനത്തിൽ ആണ് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആര് വന്നത്. ഇപ്പം നമ്മളൊരു ഭവനം തുറക്കുമ്പോൾ നമ്മൾ സ്നേഹത്തോട് വിളിക്കുമ്പോൾ നമ്മുടെ അയൽവക്കക്കാരും നമ്മുടെ ബന്ധക്കാരും ചിലപ്പം നമ്മൾ നേരത്തെ കൂടിക്കൊണ്ടിരുന്ന പള്ളിയിലെ ആൾക്കാരും ഒക്കെ നമുക്ക് വിളിക്കുവാനിടയെത്തിയിരുന്നു. അവർ ചിലപ്പോൾ സഭാഹോളി വരത്തില്ല, പക്ഷേ എന്ത് ചെയ്യും? ഇതുപോലുള്ള ഭവനത്തിലുള്ള കൂട്ടായ്മകൾക്ക്, സെൽ ഗ്രൂപ്പുകളും അതുപോലെ ബൈബിൾ ക്ലാസ്സുകൾക്കൊക്കെ അവർ വരും. അങ്ങനെയുള്ള നമ്മുടെയൊക്കെ ഭവനങ്ങൾ അങ്ങനെ ഓരോ സ്ഥലത്ത് നല്ല കൂട്ടായ്മകളായി തീരട്ടെ. അതാണ് പിന്നീട് വലിയൊരു സഭയായി കൊരിന്ത്യയിലെ സഭ. അതുകൊണ്ടാണ് നീളമുള്ള 2 ലേഖനം, 1-ാം ലേഖനവും 2-ാം ലേഖനവും ഒത്തിരി അധ്യായങ്ങളും ഏറ്റവും വലിയ ലേഖനമായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നു. അപ്പോൾ ഈ 2 ലേഖനം എഴുതുവാൻ കാരണം അതൊരു വലിയ സഭയാണ്, ഈ പട്ടണം ഒരു വലിയ പട്ടണവുമാണ്. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു യുസ്തോസ് ആ ജസ്റ്റസ് തൻ്റെ ഭവനത്തിൽ തുടങ്ങിയ വീട്ടിൽ എന്ത് ചെയ്തു? പള്ളിയിലെ പ്രമാണിയായ ദ റൂളർ ഓഫ് ദ സിനഗോഗ്, പള്ളി പ്രമാണികളിൽ ഒരാൾ പ്രധാനിയായ ക്രിസ്പസ് അല്ലെങ്കിൽ ക്രിസ്പോസ് തന്നെ നമ്മൾ കാണുന്നു. താനും തൻ്റെ കുടുംബവും മുഴുവനും വന്ന് കേട്ടു. താനാണ് ആദ്യം എന്ത് ചെയ്തത്? കേട്ടു, വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ എഴുതിയേക്കുന്ന മെനി ഓഫ് ദി കൊരിന്ത്യൻസ് അല്ലെങ്കിൽ കൊരിന്ത്യയിൽ പലരും, കൊരിന്ത് ദേശത്തിൽ പലരും വന്ന് അവർ കേട്ടു, അവർ വിശ്വസിച്ചു, അവരെന്ത് ചെയ്തു? അവർ സ്നാനപ്പെട്ടു.
അപ്പം ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ആരെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന യേശു സ്നാനപ്പെട്ട പോലുള്ള മുഴുകൽ സ്നാനപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, വചനം, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കേൾക്കുക, കേട്ട് വിശ്വസിക്കുക, അത് കഴിഞ്ഞിട്ട് യേശു സ്നാനപ്പെട്ട പോലെ, അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയ പോലെ, ബൈബിളിൽ നമ്മൾ അപ്പോസ്തലപ്പെടുത്തി മുഴുവനും കാണുന്ന പോലുള്ള ആ സ്നാനമാണ് വചനപ്രകാരമുള്ള സ്നാനം. എന്നാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. കൊച്ചു കുഞ്ഞിനെ നമ്മളിന്ന് പൊതുവെ കാണുന്ന ഒരു മാതൃകയാണല്ലോ. കൊച്ചു കുഞ്ഞിനെ ഒന്നും അറിയാത്ത, എട്ടും പൊട്ടും അറിയാത്ത, ഒന്നും മനസ്സിലാകാത്ത വളരെ ചെറിയ പിഞ്ചു കുഞ്ഞിനെ തളിച്ച് സ്നാനപ്പെടുത്തുകയും, ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ ഈ തളിക്കൽ നമ്മൾ എങ്ങും കാണുന്നില്ല. ഇതൊക്കെ പിശാച് നമ്മളെ പതുക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറ്റുക. അതിനുവേണ്ടി പറയുന്ന മാമോദീസ എന്ന പദം പോലും ഇപ്പം ഗൂഗിൾ സെർച്ച് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. മാമോദീസ എന്ന് പറഞ്ഞാൽ ഇമേർഷൻ അല്ലെങ്കിൽ മുഴുകൽ എന്നതിൻ്റെ അർത്ഥം, സ്പ്രിംഗ്ലിംഗ് അല്ലെങ്കിൽ തളിക്കൽ എന്നല്ല. അപ്പം സ്നാനപ്പെട്ട്, അപ്പോൾ ഇവിടെ ഒരു കാര്യം, നമ്മളെ കൊച്ചു കുഞ്ഞിനെ വിശ്വസിക്കുവാൻ കഴിയത്തില്ല. അതിൻ്റെ പകരം ആരെങ്കിലും തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ ഒക്കെ ആയിട്ട് ഒരാൾ ഡിസൈൻ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്ത് അവർ ഏറ്റു പറഞ്ഞാലൊന്നും പറ്റത്തില്ല. ഇത് വ്യക്തിപരമാണ്. ഓരോ വ്യക്തിയും വചനം കേട്ട് പാപബോധം വന്ന് ഞാൻ വിശ്വസിച്ച് അത് കഴിഞ്ഞ് സ്നാനപ്പെടുവാൻ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ക്രിസ്പോസിൻ്റെ ഭവനത്തിലും കേട്ടവർ അല്ലെങ്കിൽ ആ കുടുംബക്കാർ, അവരൊക്കെ യൂസ്തോസിൻ്റെ കുടുംബത്തിൽ വന്നിട്ട് അവർ കേട്ടു, വിശ്വസിച്ചു, അവർ സ്നാനപ്പെട്ടു. യെസ്, 9-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അറിയിച്ചു. പ്രൈസ് ഗോഡ്. ഈ പട്ടണത്തിൽ എനിക്ക് വളരെയധികം ജനമുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു പ്രവർത്തനം ആരംഭിച്ചു. യൂസ്തോസിൻ്റെ ഭവനത്തിൽ കൂടുന്ന കൂട്ടായ്മയിൽ ക്രിസ്പോസും കുടുംബവും ആദ്യം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നു കൊരിന്തിലുള്ള അനേകർ. അപ്പം ഒരു ദേശശക്തിയിൽ ഇവരൊക്കെ അവിടുത്തെ അന്യാരാധന, അവിടുത്തെ മൂർത്തികളെ ആരാധിച്ചുകൊണ്ടിരുന്ന ജാതികൾ, വിഗ്രഹാരാധികളായ ജാതികൾ, ഇവർ യേശുവിനെ സ്വീകരിച്ച് ഇവർ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ പിശാച് ഇളകും, ദേശശക്തി എന്ത് ചെയ്യും? ഇളകും. അപ്പം അങ്ങനെ ഇളകും എന്ന് നേരത്തെ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് എന്ത് ചെയ്ത് മുന്നമേ വന്ന് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് തരുന്നത് അതുപോലെ അങ്ങ് നീ സംസാരിച്ചോ. നിൻ്റെ ജോലി അത്രയേ ഉള്ളൂ. എല്ലാ ദൈവദാസന്മാരും, എന്നെ ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരും സുവിശേഷകരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ കമ്മ്യൂണിറ്റി എങ്ങനെയാ, അവർ സ്വീകരിക്കുമോ ഇല്ലയോ. അതല്ലേ നിനവേ ചെല്ലാതെ യോന രക്ഷപ്പെടാൻ നോക്കിയത്, അവരെന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? വിട്ടോ. ശുശ്രൂഷ പറയുന്നത് നമ്മൾ പറയാതെ, മുഴുവനും പറയാതെ, പൗലോസ് പറഞ്ഞത് ഒട്ടും മറച്ച് വെക്കാതെ നിങ്ങൾക്ക് പ്രയോജനമുള്ളതെല്ലാം ഞാൻ എന്ത് ചെയ്തു? സംസാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം കാണുന്നു, നീ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഞാൻ നിന്നോട് പറയുന്നത് നീ അതുപോലെ അങ്ങ് സംസാരിച്ചാൽ മതി. ജസ്റ്റ് സ്പീക്ക്. യെസ്, ഡു നോട്ട് കീപ് സൈലൻറ്റ്. നിന്നെ ഇനി എന്ത് ചെയ്യും? നിന്റെ വായ അടച്ചു വെക്കുവാൻ, നിന്നെ പല രീതിയിൽ വിഷമിപ്പിച്ച് എതിർപ്പ് വന്നിട്ട്, കൂടെ ഉള്ളവരും ഒക്കെ ചിലപ്പം എതിർപ്പ് വന്നിട്ട് നീ ചിലപ്പം ഈ ശുശ്രൂഷ നിർത്തുന്ന, അല്ലെങ്കിൽ മുഴുവനും ചെയ്യാതിരിക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ ദൈവം മുന്നമേ പറയുക, ഇനി വലിയ പ്രതികൂലം വരാൻ പോകുന്ന, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ സംസാരിച്ചാൽ മതി. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുക, ആരും, നോ വൺ വിൽ ഹേർട്ട് യു, നോ വൺ വിൽ അറ്റാക്ക് യു. ആരും നിനക്കൊരു ആപത്തും ചെയ്യത്തില്ല, ആരും നിനക്കൊരു ദോഷവും ചെയ്യത്തില്ല. കാരണം ഈ പട്ടണത്തിൽ എനിക്ക്, യെസ്, ഐ ഹാവ് മെനി പീപ്പിൾ ഇൻ ദിസ് സിറ്റി. എത്ര ആൾക്കാർ ഈ പട്ടണത്തിലുണ്ടോ? പൗലോസ് നോക്കുമ്പോൾ പൗലോസിന് മുമ്പിലിരിക്കുന്ന ചെറിയ കൂട്ടം മാത്രമേ പൗലോസിന് കാണാൻ പറ്റത്തുള്ളെങ്കിലും സർവജ്ഞാനിയായ കർത്താവ് തൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടി ആ പട്ടണത്തിൽ നോക്കുമ്പോൾ അനേകർ, നമ്മളൊക്കെ ആയിരിക്കുന്ന ഓരോ പട്ടണത്തിലും, ഓരോ വലിയ ഗ്രാമങ്ങളിലും, ഓരോ ദേശത്തും ഓർത്തോണം, നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടമേ ഉള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ പെറുപെടുത്തിട്ടില്ലേ, കർത്താവ് ഇത്രയും പേരെ ഉള്ളോ ഇവിടെ? അല്ല. ആത്മീയ കണ്ണുകൾ, ഉൾക്കണ്ണുകൾ പ്രകാശിച്ചു കഴിഞ്ഞാൽ കർത്താവ് കാണുന്ന പോലെ നമുക്കും കാണാൻ പറ്റും. ഒരു ഉറപ്പ് കർത്താവ് കൊടുക്കുക, ഈ കൊരിന്ത് പട്ടണത്തിൽ വരും ദിവസങ്ങൾ ഒരു വലിയ സഭയായി തീരും, അനേക ജനം എനിക്കിവിടെ ഉണ്ട്. യെസ്, അവിടെ എത്ര നാൾ പാർത്തു? 15-ാമത്തെ വാക്യം. യെസ്, സ്തോത്രം. 1.5 വർഷം ഇല്ലേ?
1 വർഷവും 6 മാസവും അവരുടെ ഇടയ്ക്ക് നമ്മളൊരു സ്ഥലത്ത് ചെന്ന് 1.5 വർഷം താമസിച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കും? ഒന്നും നടക്കത്തില്ല, അധികം ഒന്നും നടക്കത്തില്ല. പക്ഷെ പൗലോസ് ചെന്ന് ഒരു സ്ഥലത്ത് 1.5 വർഷം താമസിച്ചപ്പോൾ എന്തുവാ സംഭവിച്ചത്? ആഴ്ച തോറും ദിവസം തോറും അവൻ യേശുവാണ് ക്രിസ്തു എന്ന് സമ്പാദിച്ചും അനേകരെ അത് ദീർഘക്ഷമയോടുകൂടിയും തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനത്തോടുകൂടിയും ദൈവകൃപയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഉപവാസത്തോടുകൂടിയും ആ ഓരോരുത്തരെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ 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 കല്ലുകളെ, തൂണുകളെ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിർത്തുകയും പണിയുകയും നല്ല അടിസ്ഥാനത്തിൽ, നല്ല കാഴ്ചപ്പാടിൽ പണിയുകയും ചെയ്ത് നല്ലൊരു കൂട്ടം അവിടെ ഉണ്ടായി, നമ്മളവിടെ കാണുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? നല്ല എതിർപ്പുണ്ടായി. യഹൂദന്മാരെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് ഇളക്കി. അവിടുത്തെ പ്രോ കൗൺസിലായ ഗാലിയോയുടെ അടുത്ത് ചെന്ന് നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു. തൻ്റെ അടുത്ത് ചെന്നിട്ട്, ആ ഭരണാധികാരിയുടെ അടുത്ത് ചെന്നിട്ട് അവരെല്ലാം കൂടെ ഇളകിയിട്ട് പറഞ്ഞു, ഈ പ്രവർത്തനം ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇതിവിടെ നിന്നാലേ പറ്റൂ, ഇതിവിടെ നിർത്തിയാലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വളരെ ഇളകി. അവർ ഇളകിയിട്ട് അവർ വേറൊരു പണി കൂടി കാണിച്ചു. 17-ാമത്തെ വാക്യം വായിച്ച്. ഇത് എത്ര ഇളകിയിട്ടും ഈ ഭരണാധികാരി ഒന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോഴവരൊരു പണി കാണിച്ചു. 17-ാമത്തെ വാക്യം. ഈ ഗലിയോ എന്നിട്ടും കൂട്ടാക്കിയില്ല. കാര്യം കർത്താവ് അവനോട് പറഞ്ഞു, നീ ശാന്തമായിട്ടിരിക്കുക, ഇവിടെ എൻ്റെ പ്രവർത്തനം നടക്കട്ടെ. സ്തോത്രം. അപ്പം സൊസ്താനോസ്, നമ്മൾ നേരത്തെ കണ്ട് ക്രിസ്പസ് എന്ന് പറഞ്ഞ ഒരു പള്ളി പ്രമാണിയെ കണ്ടു. ഇത് അടുത്ത പ്രധാന പള്ളി പ്രമാണിയായ സൊസ്താനോസിനെ എന്ത് ചെയ്തു? അവരെല്ലാം കൂടി പിടിച്ചങ്ങ്, കാര്യം ഈ പള്ളി പ്രമാണിയും രഹസ്യമായിട്ട് ഈ പ്രസംഗമൊക്കെ കേൾക്കാൻ പോയതായിരിക്കും. അതുകൊണ്ട് അവനെ പിടിച്ചടിക്കുവാൻ കഴിയും. യഹൂദന്മാരുടെ സൈഡിൽ നിന്നവനാണ്, അവനെ പിടിച്ചടിക്കത്തില്ലല്ലോ, പള്ളി പ്രമാണിയാണ്. എങ്കിലും ഈ പള്ളിപ്രമാണി, ആദ്യത്തെ ഒരു പള്ളിപ്രമാണി എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി അവരുടെ അടുത്തു നിന്ന് പള്ളിയും പാരമ്പര്യവും ഒന്നും എനിക്ക് വേണ്ട, പള്ളിയും പാരമ്പര്യവും പട്ടക്കാരും ഒന്നും വേണ്ട, എനിക്ക് യേശു കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ കാണിച്ചിരിക്കുന്ന പുതുനിയമ പ്രമാണം അനുസരിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, സ്വർഗത്തിൽ പോകണം എന്നുള്ള രീതിയിൽ തൻ്റെ പാരമ്പര്യ സഭയിൽ നിന്നൊക്കെ താൻ ആ കൂട്ടത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയാൻ നമുക്കറിയത്തില്ലേ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു വരിക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആത്മീയമായിട്ട് പലപ്പോഴും നമുക്കറിയാം, ഇനി വിശ്വാസികൾ എന്ന് പറയുന്ന കൂട്ടങ്ങളിൽ പോലും ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു വരിക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. കാര്യം നമ്മൾ ആരാധിക്കുന്ന ആ ആത്മീയ കുടുംബം എപ്പോഴും തിരുസാന്നിധ്യമുള്ള അല്ലെങ്കിൽ വിശ്വസ്തരുടെ ഒരു കൂട്ടായ്മയായിരിക്കണം. അതുകൊണ്ട് ലേഖനമൊക്കെ എഴുതിയിരിക്കുമ്പോൾ ഈ ദേശത്തെ വിശ്വസ്തർക്ക് വേണ്ടി എഴുതുന്നു, ഈ ദേശത്തെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതും. അപ്പോൾ വിശുദ്ധിയിൽ വസിക്കുന്ന ഒരു ആത്മീയ കുടുംബമായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ക്രിസ്മസിനെ അടിച്ചു, ക്രിസ്മസ് പുറത്തു വന്നു. അടുത്ത സൊസ്താനോസും ഇടയ്ക്കൊക്കെ പോയി വചനം കേൾക്കുകയും അല്പം രക്ഷയുടെ അനുഭവത്തിലൊക്കെ വന്നുകൊണ്ട് അപ്പം ഇനിയെങ്കിൽ ഗല്ലിയോൻ ഇത് സ്വീകരിക്കും എന്നൊരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കും എന്ന് വിചാരിച്ചാൽ അവർ ശരിക്കും അങ്ങ് സൊസ്താനോസിനെ അങ്ങ് അടിച്ചു. നമ്മൾ ഈ ഒരു വലിയ പള്ളി പ്രമാണിയാണ്, ചെറിയ പള്ളിയല്ല. ഇന്നത്തെയൊക്കെ പള്ളി പോലെ 1000, 2000, 3000 ഒക്കെ വലിയ ഗമയിൽ പറയുമല്ലോ, ഞങ്ങൾ 2000 അല്ലെ 3000 കുടുംബങ്ങളുള്ള ഇടവകയാന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒരു വലിയൊരു കൊരിന്ത് പട്ടണത്തിൽ, വലിയ പട്ടണമാണ് കൊരിന്ത് പട്ടണം. അവിടുത്തെ പ്രധാന പള്ളിയുടെ, യഹൂദ പള്ളിയുടെ, ഏക പള്ളിയുടെ പള്ളിപ്രമാണിയായ സൊസ്താനോസിനെ പിടിച്ചടിച്ചപ്പോൾ സൊസ്താനോസ് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഈ നിക്കോദിമോസ് ചെയ്ത പോലെ രാത്രി വന്ന് യേശുവിൻ്റെ വചനം കേൾക്കുകയും എന്നിട്ട് പകൽ ഞാൻ യഹൂദനായിട്ട് ജീവിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്തുവായാലും ഞാൻ അവിടെ പോയി, അനേകരങ്ങനെ ഉണ്ട് ഇല്ലേ, കൂട്ടായ്മകൾക്കൊക്കെ പോകും കാര്യം സാധിക്കാനും രോഗത്തിൽ നിന്ന് വിടുതൽ വരുവാനും, എന്നിട്ട് രഹസ്യമായിട്ട് പോയി സ്നാനപ്പെടുകയൊക്കെ ചെയ്തിട്ട് പിന്നെയും സൊസൈറ്റിയിൽ ഒരു വിലയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? അവരുടെ ആ പാരമ്പര്യ കൂട്ടം, അവർക്കറിയാം വിഗ്രഹാരാധന തെറ്റാണെന്നറിയാം, അവർക്കറിയാം ബൈബിളിൻ്റെ അകത്തില്ലാത്ത ആചാരങ്ങൾ തെറ്റാണെന്നറിയാം, അവർക്കറിയാം ഹൈന്ദവരിൽ നിന്നും മറ്റുള്ള പല ജാതികളിൽ നിന്നും കടമെടുത്ത അനേക അന്ധവിശ്വാസികളും റിച്വൽസും പ്രാക്ടീസ് ചെയ്യുന്ന ക്രിസ്തീയ സഭകൾ ഈ മാർഗ്ഗം ഒന്നും കർത്താവ് അനുവദിച്ചിട്ടില്ല. ഇതൊക്കെ യെരമ്യാവ്, എസെക്കിയേൽ അല്ലെങ്കിൽ യെശയ്യാ പ്രവചന പുസ്തകത്തിലൊക്കെ അതിൻ്റെ ന്യായവിധിയെപ്പറ്റി കർത്താവ് യഹോവയായ ദൈവം പറയുന്നുണ്ട്. എങ്കിലും സൊസൈറ്റിയിൽ ഒരു വിലയ്ക്ക് വേണ്ടി ഈ സൊസ്താനോസിനെ പോലെ നിന്നപ്പോൾ ജനമെല്ലാം കൂടി എടുത്തിട്ട് അങ്ങ് അടിച്ചു. ദൈവം അനുവദിച്ചു. സൊസ്താനോസ് ഒരു തീരുമാനമെടുത്തു, ഞാൻ നിൽക്കുവാണ് ഇനി ശരിക്കും കർത്താവ്. ആ അടിയോടുകൂടി താൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെയാണോ? പിന്നെ നമ്മൾ ഈ സൊസ്താനോസിനെ കാണുന്നത് എവിടെ? 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 1 Corinthians chapter 1:1. യെസ്, സ്തോത്രം. അപ്പൊ ഇവിടെ കാണുന്നു പൗലോസിന്റെ ടീമിൽ ശീലാസ് മാത്രമല്ല, ഇപ്പൊ ആരുണ്ട്? സൊസ്താനോസും ഉണ്ട്. കൊരിന്തിയിൽ വേണ്ടി ലേഖനം എഴുതുമ്പോൾ താൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള സൊസ്താനോസ്. സ്തോത്രം.
കൊരിന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു രണ്ട് പള്ളിപ്രമാണികളെ കിട്ടി. ഒന്ന് ക്രിസ്പോസും പ്രധാന പ്രമാണിയായ സൊസ്താനോസിനെയും കിട്ടി. ഈ അവിടും ഇവിടും നിന്ന് കഴിഞ്ഞാൽ കർത്താവ് ഇതുപോലുള്ള ദേശത്തെ നാണം കെടുവാൻ, കാര്യം ദേശത്തെ മാനിക്കപ്പെടുവാൻ വേണ്ടിയല്ല ഈ കർത്താവിനെ ശരിക്കൊന്ന് വേർപെട്ട് ആരാധിക്കാത്തത്. അപ്പോൾ ഒന്ന് വേർപെടാൻ വേണ്ടി ദൈവം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ദൈവത്താൽ സംഭവിച്ചു. അതുകൊണ്ട് സോസ്താനോസ് എന്ത് ചെയ്തു? സുവിശേഷ ടീമിൽ ഒരു പ്രധാന അംഗമായി തീർന്നു. നല്ല സമർപ്പണത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ പൗലോസ് കൂടിക്കൊണ്ട് നടത്തത്തുള്ളൂ. അപ്പോൾ പൗലോസിന്റെ കൂടെ നിൽക്കുവാൻ യോഗ്യനായവനായി തീർന്നു. സ്തോത്രം. നമ്മൾ പിന്നെ ഇവിടെ കാണുന്നു, ഈ 1.5 വർഷം പൗലോസ് കൊരിന്തിൽ താമസിച്ചിട്ട് പൗലോസ് അടുത്ത സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് കാണാം. ഈ അപ്പോസ്തല പ്രവൃത്തി തന്നെ അടുത്ത പേജ്, അതിന്റെ 19-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ആക്ട്സ് ചാപ്റ്റർ 19 വേഴ്സ് 1. യെസ്. സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, കൊരിന്തിൽ നിന്ന് 1.5 വർഷം അവിടെ നല്ലപോലെ പ്രവർത്തിച്ചു വലിയൊരു കൂട്ടമായി അനേകരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താൻ എങ്ങോട്ട് പോയി? എഫെസോസിൽ പോയി. എഫെസോസിൽ വെച്ചാണ് താൻ ഇത് എഴുതുവാൻ ഇടയായി തീർന്നത്. ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? ഇവിടെ എഴുതിയിരിക്കുന്ന അപ്പൊല്ലോസ് കൊരിന്തിലുള്ളപ്പോഴാണ്. അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ദൈവദാസൻ, നല്ല വാഗ്മിയാന്നൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ഈ അപ്പൊല്ലോസിനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, യെസ് ഹല്ലേലൂയ, പല വിഷയത്തിനൊക്കെ അവിടെ തെറ്റുകൾ പഠിപ്പിക്കുകയും തനിക്ക് അറിയാത്ത കാര്യം തനിക്ക് കൂടുതലും യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതും ആ പഴയ നിയമ പ്രമാണങ്ങളൊക്കെയാണ്. നല്ല വാഗ്മിയാണ് അപ്പൊല്ലോസിനെ പറ്റി നമ്മൾ കാണും. അപ്പൊല്ലോസ് നല്ല പ്രവർത്തകനോ, പക്ഷെ അറിയാത്ത ചില ഭാഗങ്ങൾ, തെറ്റായിട്ട് മനസ്സിലാക്കിയ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ വിഷയങ്ങളൊക്കെ തെറ്റായിട്ട് പഠിപ്പിച്ചപ്പോൾ പൗലോസിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട ദൈവജനം അവിടെ ഉണ്ട്, പഴയ വിശ്വാസികൾ. അവർക്ക് മനസ്സിലായി, ഇങ്ങനെ അല്ലല്ലോ പൗലോസ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഇങ്ങനെ അല്ലല്ലോ ക്രൂശന്റെ വചനം. അപ്പോൾ അവർ പല ഡൗട്ടുകൾ പൗലോസിന് എഴുതുകയും ആ ഡൗട്ടുകളുടെയൊക്കെ മറുപടിയാണ് നമ്മൾ ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ ലേഖനം നമ്മൾ കാണുന്ന. ഈ 1-ാമത്തെ ലേഖനം കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയ സഭകളിലേക്ക് പോകുകയും മക്കദോനിയയെ വെച്ച് എഴുതിയതാണ് 2-ാമത്തെ ലേഖനം. ചില വർഷങ്ങൾക്ക് ശേഷം എഴുതിയതാണ് നമ്മൾ കാണുന്നത്. ഈ എല്ലാ ലേഖനം, കൊരിന്ത്യ മാത്രമല്ല എല്ലാ സഭയ്ക്ക് എഴുതിയ ലേഖനവും ആ ദേശത്തെ ദൈവജനം ചില ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ, അന്ന് നമ്മുടെ കൂട്ട് പണ്ട് ഉണ്ടല്ലോ ഒരു ലിഖിതമായ ബൈബിൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രമാണം അവർക്കില്ലാത്തത് കൊണ്ട് ഓരോ കാര്യങ്ങളും അവർക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്, പഠിപ്പിച്ചത് മാത്രമേ അറിയത്തുള്ളൂ. ദേവദാസന്മാരൊക്കെ അല്പകാലം അവരുടെ കൂടെ താമസിച്ച് അടുത്ത സ്ഥലത്തിലേക്ക് പ്രവർത്തിക്കാൻ പോകുകയും ഓരോ വിഷയവും കണ്ടില്ലേ, തിരുവത്താഴത്തെ പറ്റി അവരല്പം തെറ്റായിട്ട് എല്ലാ ആഹാരവും കഴിഞ്ഞിട്ട്, എല്ലാ അത്താഴവും കഴിഞ്ഞിട്ട് അവർ ചുമ്മാതെ ഒരു ആഹാരം പോലെ, അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഒരു ലാസ്റ്റ് കോഴ്സ് മധുരം കഴിക്കുന്ന പോലെ അവർ ഈ അപ്പവും വീഞ്ഞും കഴിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതുന്നത് നമുക്കറിയാമല്ലോ, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത് എന്തെന്നാൽ. അപ്പം തന്നെത്താൻ ശോധന ചെയ്ത് കഴിക്കേണ്ടതല്ലാതെ ഇന്നൊക്കെ ചെയ്യുന്ന പോലെ പല സൂം മീറ്റിംഗ്സിൽ കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചുമ്മാതെ വീട്ടിൽ ഇരുന്ന് ബ്രെഡും ഗ്രേപ്സും എടുത്ത് കഴിക്കേണ്ടതല്ല. തിരുവത്താഴം എന്തുവാന്ന് വളരെ ശോധന ചെയ്യാതെ കഴിച്ചു കഴിഞ്ഞാൽ അനേക രോഗികളായി തീരും, നിദ്ര പ്രാപിക്കും. അത് എന്തിനാ, അത് എങ്ങനാ, അത് എവിടെ വെച്ചാ എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ വിഷയവും അവർക്ക് ഡൗട്ടുള്ളത് അപ്പൊല്ലോസ് തെറ്റായിട്ട് പഠിപ്പിച്ചപ്പോഴും ഓരോ വിഷയത്തിലും അവിടെ ഉള്ള പല പാപികളായ പ്രധാനികൾ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ ഇതുപോലുള്ള പല പുളിപ്പ് സഭയിലുണ്ടായിരുന്നു. ആ പുളിപ്പിനെയൊക്കെ നീക്കുവാനൊക്കെ എഴുതിയ ഒരു നല്ല ലേഖനം. അതോടുകൂടി തന്നെ നല്ല പ്രത്യാശ നമുക്ക് തരുന്ന ഒരു ലേഖനമാണ്. ആ പ്രത്യാശയുടെ ഭാഗം കൂടി വായിച്ചിട്ട് നമുക്ക് 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം, 1 Corinthians chapter 13 verse 11 and 12. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. സ്തോത്രം. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമുറിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. സ്തോത്രം. ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇപ്പോൾ എനിക്ക് അംശമായിട്ട് പല കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അന്ന് ഞാൻ കർത്താവിനെ കാണുന്ന ദിവസം ഞാൻ എല്ലാ സ്വർഗീയ ശരീരം പ്രാപിക്കുമ്പോൾ എല്ലാം ഞാൻ കാണേണ്ട പോലെ ഞാൻ കാണുന്നു. എന്തുവാ നിത്യത, എന്തുവാ പുതിയ യെരൂശലേം, എങ്ങനെയാണ് കർത്താവിനോട് കൂടി വാഴുവാൻ. അപ്പോൾ ഇപ്പോൾ എനിക്കെല്ലാം ഓരോ ആത്മീയ വളർച്ച, ശിശുവായിട്ടിരുന്നപ്പോൾ ശിശുവായിട്ട് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഓരോ ആത്മീയ കാര്യത്തിനും നമുക്ക് വളർച്ച വരുമ്പോൾ ഓരോ ലോകത്തിൽ നിന്ന് വിടേണ്ട വിഷയങ്ങൾ വിടുക, തീരുമാനങ്ങൾ എടുക്കുക, വീണ്ടും ശുദ്ധീകരണം പ്രാപിക്കുക, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുക. അത് കഴിഞ്ഞ് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് ഇപ്പോൾ ആക്ച്വലി കണ്ണാടിയിൽ കാണുന്ന പോലെ ഒരു റിഫ്ലക്ഷൻ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. പക്ഷെ അന്ന് ദെൻ ഐ വിൽ സീ ഹിം ഫേസ് ടു ഫേസ്. ഓരോ കാര്യങ്ങളും ഞാൻ വ്യക്തതയോടുകൂടി മുഖാമുഖം ഞാൻ കാണുന്നു. യേശുവിനെയും നമ്മളങ്ങനെ മുഖാമുഖം കാണും എന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുക. അതുകൊണ്ട് നമുക്കൊന്ന് ഇതുമായിട്ട് ചേർന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 3, 4, 5.
Revelation chapter 22 verse 3 to 5. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. Yes. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. Yes. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. Yes. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് 3, 4, 5 നമ്മൾ വായിക്കുമ്പോൾ ഇനി രാത്രി ഉണ്ടാകത്തില്ല എന്ന് എഴുതിയിട്ട് അതിന്റെ അവസാനത്തെ അവരോടുകൂടി എന്ത് ചെയ്തു? യുഗായുഗം രാജാക്കന്മാരായിരിക്കും. യെസ്, സ്തോത്രം. യെസ്, they shall reign with him forever and ever. അല്ലെങ്കിൽ നിത്യമായിട്ട് ദൈവത്തോടു കൂടി എന്ത് ചെയ്യും? വാഴും. അതിന്റെ 4ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യെസ്, they shall see his face, അല്ലെങ്കിൽ അവരുടെ മുഖം കാണും. അപ്പോൾ ഇവിടെ ഈ 2 വാക്യത്തിൽ നിന്നും, പ്രത്യേകിച്ച് കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മൾ അവിടും കണ്ടു മുഖാമുഖം കാണും, ഇവിടും നമ്മൾ കാണുന്നു അന്ന് നമ്മൾ യേശുവിനെ മുഖാമുഖം കാണും. അങ്ങനെ ഒരു പ്രത്യാശ തരുന്നത്, അതിനേക്കാൾ എന്തോ ദൈവമക്കളെ സന്തോഷം. നമുക്ക് എന്തിനാണ് കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്? എല്ലാവരും വിശ്വാസിയായി, ഞാനും അങ്ങ് വിശ്വാസിയായി, അല്ലെ എൻ്റെ അപ്പനും അമ്മയും വിശ്വാസിയായി, ജനിച്ചപ്പം തൊട്ട് ഞാനും അങ്ങ് വിശ്വാസിയായി. അങ്ങനെ ഒത്തിരി സമ്മിശ്ര ജാതി ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് ദൈവ ആത്മീയ കൂട്ടങ്ങളിലൊന്നും ഇപ്പോൾ ആരും ആത്മാവിനാൽ നിറയാത്ത, അല്ലെങ്കിൽ വേണ്ട പോലെ പുതുഭാഷകളിൽ പുതിയ അഭിഷേകം പ്രാപിച്ച്, പുതിയ ശക്തികൾ പ്രാപിച്ച്, കൃപാവരങ്ങൾ പ്രാപിച്ച് ആത്മാവിൽ ശുശ്രൂഷിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ കഴിയാത്തത്. കാരണം വേറൊന്നുമല്ല, ഇതല്ല പ്രത്യാശ. ലോകത്തിൽ ഇന്ന രാജ്യത്തിൽ എനിക്ക് പോകാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അതിന് വിസ കിട്ടുമായിരിക്കും, അതിന് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ചില പഠിത്ത കാര്യം, എൻ്റെ കരിയർ, നമ്മുടെ ഭാവി, എനിക്ക് പണം കിട്ടണം. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ആ രാജ്യത്തിൽ ചെന്ന് കുറച്ചാൾ ജോലിയായിട്ട് പറയും ഇവിടുത്തെ മണി വാല്യൂ പോരാ, ഇവിടെ ഉണ്ടാക്കുന്ന മുഴുവൻ ഇവിടെ തന്നെ തീർന്നു പോവാം, എന്നാൽ മറ്റേ രാജ്യത്തിൽ ചാടാം. ഈ മണി വാല്യൂം ഈ നശിച്ചു പോകുന്ന, തിരുവചനം പറയുന്നത് പുഴുത്തു പോകുന്നത്, പുഴു കൊണ്ടുപോകുന്നത്, ചെതല് പിടിച്ചു പോകുന്നത്, തുരുമ്പ് പിടിച്ചു പോകുന്ന ഈ മർത്യമായതിനു വേണ്ടി അല്ല, നമ്മൾ നശിച്ചു പോകുന്നതിന് വേണ്ടിയല്ല നമ്മുടെ പ്രത്യാശ. അങ്ങനാണെങ്കിൽ നിന്റെ പ്രത്യാശ ഈ ലോകത്തിലെ ജീവിതത്തിലാണെങ്കിൽ നീ സകല മനുഷ്യനേക്കാൾ അധമൻ എന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശ സ്വർഗീയ പ്രത്യാശ ആയിരിക്കട്ടെ. അപ്പം നമ്മളെ സ്വർഗീയ പ്രത്യാശയിലേക്ക് നടത്തുന്ന ഒരു നല്ല ലേഖനമാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞല്ലോ, കാരണം വേറൊന്നുമല്ല, അന്ന് ഞാൻ അവനെ മുഖാമുഖം കാണും. ഐ ഷൽ സീ ഹിം ഫേസ് ടു ഫേസ്. 10 കോടി രൂപ എനിക്ക് കിട്ടുന്നതിനേക്കാൾ തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് കാഹളമൂതുന്ന നിമിഷം. കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെ സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് അന്ന് ഞാൻ അവനെ എന്ത് ചെയ്യും? മുഖാമുഖം കാണും. ഐ ഷൽ സീ ഹിം ഫേസ് ടു ഫേസ്. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. അങ്ങനെ ഒരു പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ്. നമുക്ക് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചിട്ട് അടുത്ത സെഷനിൽ നമുക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിക്കാം. വീണ്ടും താൻ പറയാം, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ആരെ ഏൽപ്പിച്ചതാ? ദൈവം ഏൽപ്പിച്ചത്. മനുഷ്യൻ ഓർഡൈൻ ചെയ്തതോ മനുഷ്യനാലൊന്നും സംഭവിച്ചതല്ല, ദൈവം ആ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും ആ വിളിയെപ്പറ്റി പോലും ഇന്നത്തെ ദൈവദാസന്മാർക്കും സുവിശേഷകർക്കും ദൈവമക്കൾക്കും ഒന്നും ഒരു ഉറപ്പില്ലാതിരിക്കുമ്പോൾ എത്ര ഉറപ്പോടിയാണ് പറയുന്നത്? ഐ എം എ മിനിസ്റ്റർ ബൈ ദ കോളിംഗ് ഓഫ് ഗാഡ്. ഐ എം എൻ അപ്പോസ്റ്റൽ ബൈ ദ കോളിംഗ് ഓഫ് ഗാഡ്. അപ്പം ദൈവത്താൽ, സ്തോത്രം. അപ്പോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ വലിയ സ്ഥാനമായിട്ട് നമ്മളങ്ങ് ചിന്തിക്കുമ്പോൾ റെവറൻറ്റ്, ദൈവത്തിന് കൊടുക്കേണ്ട പദം പോലും, ദൈവത്തിൻ്റെ പര്യായ പദം പോലും എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അങ്ങനല്ല പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഒരു കൂട്ടുദാസനായ എന്നല്ലേ ഓരോ ലേഖനത്തിൽ പറയുന്നത്. അപ്പം ഈ ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ അതുപോലെ കഷ്ടപ്പാടിൻ്റെയും അതുപോലെ കഷ്ടത അനുഭവിക്കേണ്ടത്, അതുപോലെ ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ മൃഗയുദ്ധം ചെയ്യേണ്ടത് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതാരാ? കർത്താവാണ് ഏൽപ്പിച്ചത്. അത് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനാണ് ഏൽപ്പിച്ചത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ബൈ ദ കോളിംഗ് ഓഫ് ഗാഡ്. നമ്മൾ അടുത്ത സെഷനിൽ അതിനെപ്പറ്റി ഡീപ്പായിട്ട് ചിന്തിക്കാം. ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അപ്പോസ്തലൻ എത്ര വ്യക്തമാണ്. പത്രോസും പറയുന്നു തൻ്റെ ലേഖനത്തിൽ, നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? അധികം ഉറപ്പാക്കിക്കൊള്ളുവാൻ. മേക്ക് ഷുവർ ഓഫ് യുവർ കോളിംഗ്. അപ്പം എൻ്റെ കോളിംഗ് എന്തുവാ, എൻ്റെ വിളി എന്തുവാ എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് ചോദിക്കുവാൻ, വിളിക്ക് യോഗ്യമാവണം, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിൻ്റെ കർത്താവിലുവനായ ദൈവം ഞങ്ങളെല്ലാം സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരട്ടെ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ.